ഭക്ഷ്യവിഷബാധയേറ്റ 65ഓളം പേർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. തലശ്ശേരിയിൽ നിന്നും വിനോദയാത്രയ്ക്ക് എറണാകുളം മറൈൻ ഡ്രൈവിലെ ബോട്ടിൽ നിന്നും നൽകിയ ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. സ്കൂളിൽ നിന്ന് വരുന്നതാണ് അല്ലെങ്കിൽ? അതെ, ഇത് സ്പെഷ്യൽ സ്കൂളാണ്, ഡിഫറെന്റ് ഏബിൾഡ് സ്കൂളാണ്. എവിടെ പ്രദേശം? താമരശ്ശേരി കട്ടിപ്പാറ. എന്ന് നിങ്ങളിവിടെ എത്തിയ? ഇന്ന് രാവിലെ 12:30 മണിയായപ്പോൾ അവിടെ എത്തിയത്. ബോട്ട് യാത്ര ലുലു മാള് പിന്നെ മെട്രോയിലാണ് വന്നത്. അപ്പോൾ ബോട്ട് യാത്രയ്ക്ക് ഞങ്ങൾ 1:30 മണിക്ക് കയറി. 2 മണിക്ക് അവർ ഫുഡ് തന്നു. ആ ഫുഡ് കഴിച്ച് ഞങ്ങൾ 3:30 മണിക്ക് അത് കഴിഞ്ഞ് നേരെ ലുലു മാളിൽ പോയി. അപ്പോൾ ലുലു മാളിൽ പോയപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരോടും രക്ഷിതാക്കളോടൊക്കെ ഈ കുട്ടികളെയും കൂട്ടിയിട്ട് 7:30 മണിയാകുമ്പോൾ രണ്ടാമത്തെ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്താൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവർ ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോകുന്നുണ്ട്. ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഞാനടക്കമുള്ള ആൾക്കാർ ബാത്റൂമിൽ പോകുന്നുണ്ട്. ഇത്രത്തോളം ഒന്നും അറിയില്ലായിരുന്നു. 7-7:30 ആയപ്പോൾ എല്ലാവരും വന്നപ്പോൾ തീരെ എല്ലാവരും ബാത്റൂമിൽ. പിന്നെ അടുത്തൊരു ഹോട്ടലിൽ പോയി. ആ ഹോട്ടലിലായിരുന്നു ഞങ്ങൾ ഇതുവരെ 8:30 അവിടെ നിന്ന് ഞങ്ങളൊരു ഭക്ഷണം കഴിച്ചിരുന്നു. ഈ ഹോട്ടലിൽ നിന്ന് കുറേ ആൾ കഴിച്ചു, കുറേ ആൾ കഴിച്ചില്ല. കാരണം ബാത്റൂമിൻ്റെ അടുത്ത് ക്യൂ ആയിരുന്നു. മൊത്തം 100 ആളായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് ബസ്സുകളിൽ 100 ആള്. ഏകദേശം ഒരു നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരൊരു മോരുകറി ഉണ്ടായിരുന്നു, അത് കൂട്ടിയവർക്കൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ 1-2 ആൾക്കാർ ആ മോരുകറി കൂട്ടാത്തവർക്കൊന്നും വന്നിട്ടില്ല. ആ ബോട്ടുകാരൻ അറേഞ്ച് ചെയ്തായിരുന്നു. സീരിയസ് ഇല്ല. കുറേ ആൾ ഇപ്പോൾ ഛർദി തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഛർദി ഒന്നും ഇല്ല, ഇപ്പോൾ ഛർദി തുടങ്ങിയിട്ടുണ്ട്. ഛർദി അതായത് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ കട്ടിപ്പാറ പഞ്ചായത്ത് താമരശ്ശേരിക്ക് അടുത്ത് ഊനൂര് അവിടെ ഒരു പിന്നെ കാരുണ്യതീരം എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ സ്കൂൾ നടത്തുന്നുണ്ട്. ഈ മെൻ്റലി ഡിസേബിൾ ആയ കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ സ്കൂളാണ്, ഭിന്നശേഷിക്കാർക്കുള്ള സ്പെഷ്യൽ സ്കൂളാണ്. അപ്പോൾ അവിടെ വർഷത്തിൽ ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഈ കുട്ടികളെ പാക്കേജിൽ ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ പല സ്ഥലവും കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും കൊണ്ടുപോകുന്നതാണ്. അത് ഈ വർഷം കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടെ എറണാകുളം ഈ ബോട്ടിൽ ഒരു യാത്രയും ലുലു മാൾ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുവന്ന് മറൈൻ ഡ്രൈവ് കൊണ്ടുവന്ന് അവിടെ ഒരു ബോട്ടിന് ബുക്ക് ചെയ്തു. അവരെ ഭക്ഷണം അടക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം അതിൽ നിന്ന് തരും. പിന്നെ 2 മണിക്കൂർ കറക്കി പിന്നെ വിടാന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ അതിൽ നിന്ന് തന്ന ഭക്ഷണം കഴിച്ച ആൾക്കാർക്കാണ് ഈ കംപ്ലയിൻറ്റ് വന്നത്. അതിലൊരു സംശയമാണ്, ഒരു മോര് കറി ഉണ്ടായിരുന്നു, ഒരു മധുര ഉള്ള കറി. ഞാനത് കഴിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംശയം. ഉച്ചക്ക് ഭക്ഷണം പച്ചക്കറി സാധനങ്ങൾ വേറെ ഒന്നും പൊരിച്ചൊന്നുമില്ല. അപ്പോൾ ആ പച്ചക്കറീൻ്റെ അതിലൊരു മധുരം കണ്ടേരം ചോദിച്ചേരം പറഞ്ഞു അതിങ്ങനെ മധുരമുള്ള കറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ 4 മണിക്ക് പുറത്തിറങ്ങി ലുലുവിലേക്ക് പോയി. ലുലു മാളിലേക്ക് കുട്ടികളെ കാണിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ എത്തി പിന്നെ 2-3 കുട്ടികൾക്ക് ഇങ്ങനെ വയറ്റുന്നു പോകുക. അപ്പോൾ ഞങ്ങൾ അത്ര കണക്കിലെടുത്തില്ല. അവർ ബാത്റൂമിലൊക്കെ പോയി. ഞങ്ങളൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് രണ്ടാമത്തെ ഗേറ്റിൽ എത്തണമെന്ന് പറഞ്ഞു. അവിടെ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ എന്ന് പറയുന്നത് പല ആളും ഇങ്ങനെ ബാത്റൂമിലായിരുന്നു, ബാത്റൂമിൽ പോയിക്കെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പിന്നെ വിശപ്പുണ്ട്. അടുത്ത് കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളൊരു 50 കുട്ടികളും പിന്നെ രക്ഷിതാക്കളും ടീച്ചേഴ്സുമാണ്. പിന്നെ 100 പേരാണ് 2 ബസ്സിൽ. ഇതിൽ അവരെ ഒഴിച്ചിട്ട് ആ ഇരിക്കുന്ന ആളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. ഒരു 60% ആളും അതിൻ്റെ അകത്തുണ്ട്. എല്ലാവർക്കും 1-2 തവണ പോയവരും പിന്നെ അതെ രക്ഷിതാക്കളും ടീച്ചേഴ്സിനൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. വയറിളക്കാന്ന് ആദ്യം വന്നു, ഇപ്പോൾ ഛർദിലും വന്നിട്ടുണ്ട്. എന്താണ്, ഏത് ബോട്ടിലാണ് നിങ്ങൾ പോയത്? മറീന എന്നാണെന്ന് തോന്നുന്നു, മറീന ബോട്ടാണ്. അതെ അതിൽ ഭാഗത്തൂടി 2 മണിക്കൂർ കറങ്ങുന്ന സംവിധാനമാണ്. ഇല്ല, അവർക്ക് ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ രക്തം ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം വന്നിട്ടേ ഉള്ളൂ, ഒന്നും അറിയില്ല. ഇപ്പോൾ പിന്നെ അതാ ബാബു എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ ഇപ്പോൾ 2 ഇഞ്ചക്ഷൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കംപ്ലൈൻ്റ് ഉണ്ട്. എനിക്കൊന്നും വരാഞ്ഞ് ഞാൻ ആ സാധനം കൂട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത് വന്നിട്ടില്ല. എനിക്ക് കംപ്ലൈൻറ്റ് അതിൽ സാധാ ഊണ് 2-3 പച്ചക്കറി കറി മാത്രം. അതിൽ ഈ ഒരു സാധനത്തിന് മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാറ്റി വെച്ചു, മധുരം പറ്റാത്തതുകൊണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. എൻ്റെ പേരിലെത്തി അല്ലല്ല, ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഞങ്ങളെ കമ്മിറ്റി നടത്തുന്നതാണ് കാരുണ്യതീരം. സ്പെഷ്യൽ സ്കൂളിൽ നടത്തുന്നത് വെച്ചാൽ ഒരു കമ്മിറ്റിയാണ്, ഒരു സന്നദ്ധ സംഘടനയായിട്ട് ഞങ്ങൾ നടത്തുന്ന സംവിധാനമാണ്. അല്ല, ഇത് ഞങ്ങൾ ഉച്ച സമയത്തെ ഈ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞേരം തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഇതിനെന്താ ഒരു പുളിപ്പ്, ഒരു മധുരം ഈ ഒരു കറിക്ക്. അപ്പം പറഞ്ഞു അത് പിന്നെ മധുരമുള്ള കറിയാണ്, എന്താ പുളിശ്ശേരി എന്തോ ഒരു പേരും പറഞ്ഞു. അപ്പോൾ അത് കഴിക്കാത്ത ആൾക്കാർക്ക് ഈ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഞാനൊന്നും അത് കഴിച്ചില്ല.
ആ മധുരമുള്ളത് കൊണ്ട് ഞാൻ മാറ്റി വെച്ച്. അത് കഴിക്കാത്ത ആൾക്കാർക്ക് ഈ കംപ്ലയിൻറ്റ് വന്നില്ല. ഇത് ഫുള്ള് കൂട്ടി കഴിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും ഈ കംപ്ലയിൻറ്റ് വരികയും ചെയ്തു. അപ്പോൾ 3, 4, 5 പ്രാവശ്യം പോയ കുട്ടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ രാത്രി 7 മണിയാകുമ്പോഴേക്കും അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ. പിന്നെ ഞങ്ങൾക്ക് പോകാൻ ധൈര്യമില്ല, കാരണം കോഴിക്കോട് എത്തണ്ടേ. കുട്ടികളല്ലേ, സുഖമില്ലാതെ കുട്ടികളാണ്, സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ്. അവിടെ